എന്ന് കേട്ടാൽ തന്നെ ഓർമ്മ വരുന്നത് അവയുടെ നീണ്ട ഘോഷയാത്രയാവും. ചിട്ടയോടെ വരി വരിയായി ഒരു ഉറുമ്പു പട്ടാളം, അല്ലേ കൂട്ടുകാരെ? അതിരിക്കട്ടെ, എത്ര തരം ഉറുമ്പുകളെയാണ് നാം ദിവസവും കാണുന്നത്? കട്ടുറുമ്പ്, നെയ്യുറുമ്പ്, ചോണനുറുമ്പ്, പുളിയുറുമ്പ്, എന്തൊക്കെ തരം ഉറുമ്പുകളാ അല്ലേ? ഉറുമ്പുകൾ നിസ്സാരന്മാരല്ല കേട്ടോ. ഇതാ ലുല്ലുമോൾ കേട്ട ഒരു കഥ. നോക്കെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മണൽക്കാട്. അനേകം ചെറുതും വലുതുമായ ഉറുമ്പുകൾ നിറഞ്ഞിരിക്കുന്നു അവിടെ. ചിലവ ഗോതമ്പ് മണികൾ തിന്നുകൊണ്ടിരിക്കുന്നു, ചിലവ വെറുതെ നടക്കുന്നു. അതിനിടയിൽ ഒരു വലിയ ഉറുമ്പ്, മന്ത്രിയാണത്. മറ്റൊരു വലിയ ഉറുമ്പിന്റെ അവൻ രാജാവാണ്. ചെവിയിൽ എന്തോ മന്ത്രിച്ചു. ഏതോ ഒരു സൈന്യം ഇതുവഴി കടന്നു പോകുന്നുവത്രേ. സുലൈമാൻ നബിയുടെ സൈന്യമാണത്രേ. എഴുന്നേൽക്കു മകനെ, ഇതിലെ മനുഷ്യരുടെ പട വരുന്നുണ്ടത്രേ. നാം എല്ലാവരും ഈ താഴ്വര വിട്ടു പോവുകയാണ്. നാം എന്തിനാണ് അമ്മേ നമ്മുടെ ഈ താഴ്വര വിട്ടു പോകുന്നത്? നോക്കൂ, ആ പർവ്വതത്തിനപ്പുറം എക്കാലത്തെയും ഏറ്റവും വലിയ ചക്രവർത്തിയായ പ്രവാചകൻ സുലൈമാനും സൈന്യവും വിശ്രമിക്കുന്നു. ശരി, പക്ഷേ നാം എന്തിനാണ് താഴ്വര വിട്ടു പോകുന്നത്? നബി സുലൈമാൻ നമ്മോട് ഇവിടം വിടുവാൻ ആജ്ഞാപിച്ചുവോ? ഇല്ല, പക്ഷേ അവർ മനുഷ്യർ വലിയ സൃഷ്ടികളാണ്. ഈ പുൽവൃക്ഷത്തെക്കാളും 10 ഇരട്ടി ഉയരമുള്ളവരാണ്. അവർ നടക്കുമ്പോൾ ഭൂമി കിടുങ്ങും. മണൽത്തരികൾ അവരുടെ കാൽക്കീഴിൽ ഞെരിഞ്ഞമരും. ഈ രാത്രി പുലർന്നാൽ ഈ താഴ്വരയിലൂടെയാണ് പേർഷ്യയിലേക്ക് അവർ യുദ്ധത്തിനു പോകുന്നത്. 10,000-കണക്കിന് മനുഷ്യർ, കുതിരകൾ, ഒട്ടകങ്ങൾ എല്ലാം ഇതിലൂടെ കടന്നുപോകും. നമ്മുടെ വീടുകൾ ഞെരിഞ്ഞമരും. അങ്ങനെ നമ്മുടെ വംശം മിക്കവാറും കുറ്റിയറ്റുപോകും. അവരോട് വഴിമാറിപ്പോവാൻ പറഞ്ഞാലോ? അത് പറ്റില്ലല്ലോ മകനെ, ഇത് മനുഷ്യരുടെ നടവഴിയല്ലേ. മുട്ടകളിൽ നിന്നും ഇനിയും വിരിഞ്ഞ് പുറത്തു വന്നിട്ടില്ലാത്ത കുഞ്ഞു പാവകൾ എന്തു ചെയ്യും? എവിടേക്കാണ് നാം പോവുക? അവിടെ ആരെങ്കിലും ശത്രുക്കൾ കാണുമോ? എന്തായാലും നമുക്കിവിടെ നിൽക്കാനാവില്ല. പിന്നെ ശത്രുക്കൾ, അവരെ ശത്രുക്കളെന്ന് വിളിക്കാനുമാവില്ല. അവർ അവരുടെ ഭക്ഷണം തേടി നടക്കുന്നു. പല്ലികൾ, അരണകൾ, ഓന്തുകൾ, ഇവയൊക്കെ. പിന്നെയുള്ളത് ഉറുമ്പുതീനി എന്ന ഈനാമ്പേച്ചിയാണ്. 100 കണക്കിന് ഉറുമ്പുകളെയാണ് അവർ അകത്താക്കുക. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്ര നിസ്സാരർ അല്ലേ അമ്മേ? ഇല്ല മക്കളെ, അവരെപ്പോലെ തന്നെ നമുക്കും പ്രാധാന്യമുണ്ട്. ഒരേ ദൈവമാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചത്. എല്ലാവർക്കും അവൻ വേണ്ടത് നൽകുന്നു. നാം ഇത്തിരി പോന്നവരായതിനാൽ നമ്മുടെ വേദനകൾ അവൻ വളരെ കുറച്ചു തന്നു. ഭക്ഷണവും കുറച്ചേ വേണ്ടൂ. നോക്കൂ, ആ ഗോതമ്പുമണി നമുക്കിത് ഒരാഴ്ചത്തേക്ക് മതിയാകും. പക്ഷേ അവർക്കോ ഇത് 1000-കണക്കിന് വേണം. ശത്രുക്കളിൽ നിന്നൊളിക്കാൻ നമുക്ക് ചെറിയൊരിടം മതി. എന്നാൽ വലിയ ജീവികൾക്കോ? അങ്ങനെ ഉറുമ്പുകൾ ഭയന്ന് വിറച്ചിരിക്കുമ്പോൾ ആകാശത്തു നിന്നും ഒരശരീരി വന്നു. ഉറുമ്പിൻ കൂട്ടമേ, നിങ്ങളുടെ സംഭാഷണങ്ങൾ അല്ലാഹു എന്നെ കേൾപ്പിച്ചിരിക്കുന്നു. നിങ്ങളാരും എങ്ങോട്ടും പോവേണ്ടതില്ല. ഞാനോ എന്റെ സൈന്യമോ നിങ്ങളെ ഉപദ്രവിക്കില്ല. സുലൈമാൻ നബിയും സംഘവും ഉറുമ്പുകൾക്ക് അറിയിച്ച വാർത്തയായിരുന്നു അത്. ഉറുമ്പുകൾ വാർത്ത കേട്ട് ഏറെ ആശ്വസിച്ചു.